തീയതി നിങ്ങൾ ക്ലാസ് ടൈം 9:30 to 3:30 എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അതില് ഒരു 10:30 above നിങ്ങളുടെ കുട്ടികളെല്ലാവരും ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന്റെ വേദിയിലുണ്ടായിരുന്നല്ലോ. അതല്ല, അതെന്താ വെച്ചാൽ അവര് വരുന്നവരും എത്തിയില്ല. അതുണ്ടായത് എങ്ങനെ പിള്ളേര് കോളേജിലേക്ക് വരുമ്പോ തന്നെ അവര് കുറെ പേര് അവിടെ നിന്നു, ഇങ്ങോട്ട് എത്തിയില്ല. ഈ 100 കണക്കിന് കുട്ടികൾ നിന്നിട്ട് നിങ്ങളത് അന്വേഷിച്ചിട്ടില്ല? അതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും. അവരെങ്ങോട്ട് പോയി നിങ്ങൾ അന്വേഷിച്ചിട്ടില്ലേ? അവര് അവിടെ ആയിരുന്നു കുറച്ച് പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പിള്ളേർ പോകാൻ പറഞ്ഞപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞപ്പോൾ ആരും വന്നില്ല. അതുണ്ടായത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ സാർ. കുറച്ച് പേര് വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ഹണി റോസിനെ കാണാൻ പോയതാണ്. അപ്പോൾ അവർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ക്ലാസ്സിലെ സമയത്ത് ഇങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതാണ്. അല്ല, കുറച്ച് പേര് വന്നു, കുറച്ച് പേര് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ കോളേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം കുറേ കുട്ടികളാണ്. ഇതിൽ മിക്കവാറും പേര് കുടുംബത്തുമായിട്ടുള്ള സ്വയം സമ്പാദിച്ച് വരുന്ന ആൾക്കാരാണ്. ഞാൻ അന്ന് ഇവിടെ വന്നപ്പോഴാണ് കുറേ കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്നില്ല, കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് എടുത്ത് കോട്ടയം ചോദിച്ചപ്പോൾ ഞങ്ങൾ പോകാൻ പറ്റില്ല, ഇവിടെ ക്ലാസ്സിലിരിക്കുക. അപ്പോൾ അപ്പോഴാണ് പിള്ളേർ പറഞ്ഞത് ഞങ്ങളുടെ കുറച്ച് പിള്ളേർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ചാൽ നമുക്ക് കിട്ടില്ല, കാരണം +1 +2 പിള്ളേരാണെന്ന് വെച്ചാൽ നമ്മൾ ഫോൺ അലൗഡ് അല്ല അവിടെ. പിന്നെ ഡിഗ്രി പിള്ളേരാണെന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് തന്നെ അവിടെ നിന്നിരിക്കുകയാണ് അവര്. അപ്പൊ അതിന് 9:30 മുതൽ 3:30 വരെയാണ് നിങ്ങളുടെ ക്ലാസ് എന്ന് നിങ്ങൾ പറയുന്നു. 9:30 കുട്ടികൾ ക്ലാസ്സിൽ എത്തിയിരുന്നില്ല എന്ന് പറയുന്നു. 11 മണിക്ക് 11:30 മണിക്ക് അവർ ക്ലാസ്സിൽ വരുമ്പോൾ യാതൊരു ഉപാധിയും ഇല്ലാതെ അവർ ക്ലാസ്സിലിരുത്തുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു വിടുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആർക്കും പെൺകുട്ടികൾക്ക് എപ്പോഴും തോന്നുന്നത് പോലെ വരാം, തോന്നുന്നത് പോലെ പോകാം എന്ന രീതിയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല സാറേ. അങ്ങനെ തോന്നുമ്പോ പോകാനൊന്നും പറ്റില്ല. നമുക്ക് പിള്ളേർ ആ ഒരു ഹണി റോസ് ഉള്ള രീതിയിൽ ആ കുട്ടികൾ അവരുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ അവർ ചെയ്ത പണിയാണ്, അല്ലാതെ നമ്മളൊന്നും ചെയ്യാറില്ല. വളരെ കുറച്ച് കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. 300, 350 ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് നടപടികളൊന്നും എടുക്കാൻ പറ്റില്ല സാർ കുട്ടികളുടെ പേര്. നമുക്ക് വിവരം അറിയിക്കുക, രക്ഷിതാക്കളോട് പറയുക, വരികയെന്നല്ലാതെ. ഞങ്ങളൊരു സ്റ്റഡി സെന്റർ പോലെയാണ്. ഇവിടെ ഒരു എക്സാം സെന്റർ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവർക്ക് നടപടിയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഇന്റർണൽ കൊടുക്കലോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് കോഴ്സ് പഠിപ്പിച്ചു കൊടുക്കണം. അവർ എക്സാം സെന്റർ വിക്ടോറിയോ യുവക്ഷേത്രം അങ്ങനെയൊക്കെ ആയിരിക്കും. അവിടെ പോയി അവർ പരീക്ഷ എഴുതും. അപ്പോഴും നമുക്ക് കൂടെ പോകാനൊന്നും പറ്റില്ല. അപ്പൊ അവരവരുടേതായ പോയി പരീക്ഷ എഴുതണോ വരുന്നു, അങ്ങനെയാണ്. അങ്ങനെ ഒരു സ്ഥാപനമാണ്, അല്ലാതെ വിക്ടോറിയ കോളേജ് പോലെ മേഴ്സി കോളേജ് പോലെ ഒരു. ഈ ഒരു വോയിസ് റെക്കോർഡ് കേട്ടല്ലോ. ഇത് കോർപ്പറേറ്റീവ് കോളേജിലെ പ്രിൻസിപ്പലിനോട് ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിത് കേട്ടത്. ഇത് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഹണി റോസിന്റെ വിഷയത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഹണി റോസ് പാലക്കാട് ഒരു ഫർണിച്ചർ സ്ഥാപനത്തിലെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ശരിക്കും എല്ലാവരും പറഞ്ഞെന്താണ്, ഹണി റോസിന്റെ ഈ ഒരു ഉദ്ഘാടനത്തിന് കാണാൻ ആരും വരില്ല എന്ന് തന്നെയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് സത്യം. കാരണം അവർ ആ ഒരു പോസ്റ്റ് തന്നെ FBയിൽ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് വിമർശനവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബോയ്ക്കോട്ട് ഹണി റോസ് എന്ന് പറഞ്ഞ് തന്നെയായിരുന്നു എല്ലാവരും വന്നത്. എന്നിരുന്നാലും ഇനി താൻ തോറ്റു കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഹണി റോസ് ആ ഒരു ഉദ്ഘാടനത്തിന് വന്നത്. അതിലെ ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഹണി റോസ് ഒരു നല്ലൊരു വസ്ത്രത്തിൽ തന്നെയാണ്, നല്ലൊരു വസ്ത്രവിധാനത്തിൽ തന്നെയാണ് വന്നതല്ലേ. സാധാരണഗതിയിൽ ഹണി റോസിനെ പ്രതീക്ഷിക്കുന്ന ആ ഒരു വേഷമല്ലായിരുന്നു ഹണി റോസ് ഇത്തവണ ആ ഒരു ഇനാഗ്രേഷന് വന്നപ്പോൾ ധരിച്ചിരുന്നത്. മാന്യമായിട്ടുള്ള ഒരു വസ്ത്രം തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു അവരുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാം. പിന്നെ സാധാരണഗതിയിൽ കാണുന്ന ആൾക്കാരൊന്നും ആ ഒരു ആൾക്കൂട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. പകരം മറ്റു കുറെ സ്കൂൾ കുട്ടികളും അല്ലെങ്കിൽ കോളേജ് കുട്ടികളെയാണ് നമ്മൾ ആ ഒരു വേദിയിൽ കണ്ടത് തന്നെ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ തന്നെ ഉണ്ടാവുകയും ചെയ്തു. എന്നാലും ഈ ഒരു വോയിസ് കോളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹണി റോസും കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിൽ ഹണി റോസ് പറഞ്ഞതോ, ഹണി റോസിനെ കാണാൻ ഒരുപാട് അമ്മമാരും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളും സ്ത്രീകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ മുൻപ് സ്നേഹിച്ചിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു ഹണി റോസ് പറഞ്ഞിരുന്നത്. ഹണി റോസ് പറഞ്ഞ കാര്യങ്ങളും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ പരാതിപ്പെട്ട ആൾക്ക് നേരെയാണ് അറ്റാക്ക് വരുന്നത്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. എന്റെ പ്രശ്നം ഞാൻ മാന്യമായിട്ടല്ല വസ്ത്രം ധരിച്ചതെന്നും പറഞ്ഞിട്ടാണ് എനിക്കുള്ള അറ്റാക്ക് ഉണ്ടായത്. പരാതി കൊടുത്തതിന്റെ തലേദിവസം വരെയും ഞാൻ ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ലെ, ഈ വ്യക്തിയിൽ നിന്ന് പോലും എന്റെ കൊളീഗ്സ് ഒക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭീകരമാണ്, ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. കോളേജ് കുട്ടികളെ മനഃപൂർവ്വം ഇറക്കി അവിടെ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞാൽ അതിലും നെഗറ്റീവ് കണ്ടുപിടിച്ച ആളുകളുണ്ട്. കോളേജ് കുട്ടികളാണെങ്കിലും ഒരു മനുഷ്യരല്ലാന്നുണ്ടോ?
100% ജെന്യുവൻ ആണെന്നുള്ളത് എനിക്കും ഈ കണ്ടു നിന്ന ആളുകൾക്കും ഇത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കും എല്ലാം അറിയാം. എന്നെ പറ്റിയാണ് പറയുന്നത്, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തും, നിങ്ങൾ വരുമ്പോൾ ഞങ്ങള് ചീമുട്ട എറിയും. എന്തിന്റെ പേരിലാണ് ചീമുട്ട എറിയുന്നത്? എനിക്ക് പോലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ എന്തൊക്കെയായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് അതെനിക്ക് ഏറ്റവും അതിശയമുള്ളൊരു കാര്യമാണ്. സ്ത്രീകളാണ് ആദ്യം പറയുന്നത്. ക്യാഷ് കൊടുത്ത് ആൾക്കാരെ വരുത്തി എന്നുള്ള രീതി തന്നെയായിരുന്നു ആ ഒരു വേദിയിൽ, ആ ഒരു ഉദ്ഘാടന വേദികളിൽ പൊതുവെ എല്ലാവരും പറഞ്ഞിരുന്നത്. അത് അതുപോലെ തന്നെ ആകാനാണ് സാധ്യത. എന്തായാലും ഒരു PR വർക്ക് ഇതിന്റെ പിറകിൽ നടന്നിട്ടുണ്ടാകും അല്ലെ. അല്ലാത്ത പക്ഷം ഇത്രയും വിമർശനങ്ങൾ ഹണി റോസ് ഏറ്റുവാങ്ങിയ ആ ഒരു സ്ഥിതിക്ക് ഒരുപാട് ആളുകൾ, അത് നമുക്ക് ആ ഒരു വേദി കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തിലുള്ള ആളുകൾ തന്നെയായിരുന്നു ആ ഒരു വേദിയിലുണ്ടായിരുന്നത്. എനിവേ ഹണി റോസ് ഇനി ഉദ്ഘാടന വേദികളിൽ ഇനിയും പോകുമെന്ന് തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത്. അതും സ്ത്രീകളുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടാകും എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. ഉണ്ടാകും, തീർച്ചയായിട്ടും സ്ത്രീകളുടെ സപ്പോർട്ട് അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. അവരുടെ വസ്ത്രധാരണത്തിൽ അവർ മാറ്റം വരുത്തി നല്ല മാന്യമായിട്ടുള്ള രീതിയിൽ വന്നാൽ ഉറപ്പായിട്ടും സ്ത്രീകളുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരിക്കും അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ. 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ 13 വയസ്സുകാരനായ ആ ഒരു പെൺകുട്ടിയുടെ സ്വന്തം സഹോദരനാണ് ആ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതും അവൾ പ്രസവിച്ചതും. ആലപ്പുഴയിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഇൻസിഡൻസ് എടുത്ത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഇത് തീർച്ചയായിട്ടും ആ ഒരു സംഭവത്തിന് ഉത്തരവാദി ആരും ചോദിച്ചാൽ അത് അച്ഛനും അമ്മയും തന്നെയാണ്. അച്ഛനും അമ്മയും ഈ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ആ ഒരു ടൈമിൽ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ഭവിഷ്യത്ത് അവർ ഒരിക്കലും അനുഭവിക്കില്ലായിരുന്നു അല്ലേ. പിന്നെ പ്രത്യേകിച്ചും ഇത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പം ഇവിടെ ആ പയ്യന് വെറും 13 വയസ്സാണ്, ആ ചെറുക്കന് 13 വയസ്സ് മാത്രമാണ്. ഈ ദൈവം ആണും പെണ്ണും എന്ന വ്യത്യാസത്തിലാണല്ലോ രണ്ടുപേരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലെ ആണിന് എന്ന് പറയുമ്പോൾ അവന്റെ വികാരം എന്ന് പറയുന്നത് അവന്റെ കണ്ണുകളിലാണ് അല്ലെ. ആ വികാരം അവൻ കാണുന്നതാണ് അവന് വികാരമായിട്ട് തോന്നുന്നത്. അതിനുശേഷമാണ് അവന് വിവേകം ഉണ്ടാകുന്നത്. ആ ഒരു വികാരം സ്വന്തം സഹോദരി അല്ലെങ്കിൽ അമ്മയുടെ ഒരു ശരീരഭാഗം കാണുമ്പോൾ ഏതൊരു പയ്യനും അതിൽ ഒരു വികാരം ഉണ്ടാകും. പിന്നെ തൊട്ടടുത്ത നിമിഷത്തിലാണ് ഉണ്ടാകുന്ന വിവേകമാണ് അയ്യോ അതിന്റെ അമ്മയാണ്, അതിന്റെ സഹോദരിയാണ് എന്നുള്ള ഒരു വിവേകം അവനെ തിരിച്ചറിയുന്നതും അങ്ങനെ ആ ഒരു ബന്ധം അവിടെ പോകുന്നതും. ഈ ഒരു വികാരം ഉള്ളിടത്ത് വിവേകമില്ലാതാകുമ്പോഴാണ് ഇതുപോലെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വസ്ത്രത്തിനും ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കും. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പിള്ളേരെ നോക്കുമ്പോൾ തന്നെ അവർ വളരെ ഇറുകിയിട്ടുള്ള ഡ്രസ്സുകളും ശരീരമൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് ധരിക്കുന്നത്. ശരിക്കും ഇതുപോലെയുള്ള സെലിബ്രിറ്റികളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ആകാം അവർക്ക് ഈ ഒരു രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ ധരിക്കാനുള്ള കാരണം. അപ്പം അവിടെ ഒരു വസ്ത്രധാരണമാണ് ഇതിന് ഏറ്റവുമായിട്ടുള്ള ഒരു മുഖ്യ ഘടകമായിട്ടിരിക്കുന്നത് അല്ലെ. മറക്കേണ്ടതൊക്കെ നമ്മൾ മറച്ചു നടന്നാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കില്ല അല്ലെ. ഈ ഒരു പവിത്രമായ സഹോദര ബന്ധങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതിപ്പോ ഒരു കുടുംബത്തിൽ നടന്ന കാര്യമാണ്. ഇതും പൊതുസമൂഹത്തിൽ നടക്കുന്നതും ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ കണ്ണുകൾ എങ്ങനെയാണ് നമ്മളെ വീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവർക്ക് ആ ഒരു വികാരം വരുന്നതോടൊപ്പം തന്നെ ഒരു വിവേകം എന്നുള്ളൊരു വിചാരവും കൂടി വന്നാൽ മാത്രമാണ് ശരിക്കും ആ ഒരു സ്ത്രീ അവിടെ സുരക്ഷയാവുന്നത്. അല്ലാത്ത പക്ഷം ഒരുപാട് ട്രോമകൾ അനുഭവിക്കേണ്ടി തന്നെ വരും. അല്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരുന്നിട്ട് ഒരു കാര്യമില്ല. നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീകൾ മാന്യമായിട്ട് രീതിയിൽ വസ്ത്രം ധരിക്കണം എന്ന് ഈ ഹണി റോസിന്റെ വിഷയത്തിൽ ഒട്ടുമിക്ക സ്ത്രീകളും എടുത്തു പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഹണി റോസിനെ ഇങ്ങനെ വിമർശിച്ചതും ബോച്ചയെ പിന്തുണച്ചതും. അതും ഒരു കണക്ക് നോക്കുമ്പോൾ ഹണി റോസ് തന്നെയാണ് ഇതിന് കാരണക്കാരി എന്ന് പറയാം. എന്തായാലും ഇനി പോകുന്ന ഇനാഗ്രേഷൻ അവർ മാന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് തന്നെ പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വിശ്വാസം മാത്രമാണ്. ഇനി അടുത്ത ഇനാഗ്രേഷൻ വരുമ്പോൾ മാത്രമാണ് അറിയുക ഇനി എത്തരത്തിലാണ് അവർ ഇതൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ടാകുമോ എന്നറിയില്ല. എനിവേ കഴിഞ്ഞ ദിവസം നമ്മൾ ബോച്ചയും റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്നെന്ന് വെച്ചാൽ വീണ്ടും ഈ ഒരു ഹണി റോസിനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ബോച്ചയ്ക്കെതിരെ വീണ്ടും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ബോച്ചയ്ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോച്ച ജയിലിലായിരുന്ന സമയത്ത് ബോച്ചയെ സഹായിച്ച 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതും ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചിലർ ഇത് ആഘോഷിക്കുകയാണല്ലേ. ബോച്ചയ്ക്കെതിരെ വീണ്ടും കേസ് വന്നു, അല്ലെങ്കിൽ ബോച്ചയ്ക്കെതിരെ ഇങ്ങനെ ബോച്ചയെ സഹായിച്ച ആളുകൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നു, ഇങ്ങനെ ഒരു അനുഭവം വന്നു, അവരുടെ ജീവിതം തന്നെ വഴിമുട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണങ്ങൾ വരുമ്പോഴും മറുവശത്ത് ബോച്ചയ്ക്ക് സപ്പോർട്ടുമായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹം അടുത്തൊരു 2 സ്ഥാപനങ്ങൾ ഇനാഗ്രേഷൻ ചെയ്യുന്നുണ്ട്. അതും ദുബായിലാണ് അതിൻ്റെ ഒരു ഷോറൂം, അതുപോലെ കേരളത്തിൽ തന്നെയാണ് മറ്റൊരു ഷോറൂം. ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു 2 ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾ നടക്കുന്നത്. അതും ഒരു പ്രമുഖ നടി തന്നെയാണ് അതും ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പ്രമുഖ നടി ആരെന്നുള്ള കാര്യം പുറത്തു വന്നിട്ടില്ല.
അതിനോടൊപ്പം തന്നെ അദ്ദേഹം മെസ്സിയെ ഈ ഒരു കേരളത്തിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞതും അതും അതിന്റെ ഒരു നീക്കത്തിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഇത്രയും തന്നെയാണ്. എനിവേ ചാനൽ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.